എല്ലാവർക്കും നമസ്കാരം. നമുക്കെന്ന് ശ്രീകൃഷ്ണ സന്ദേശം എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു. ആ ഒരു ശ്ലോകത്തിൻ്റെ ഒരു വരി മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കെന്താ തന്നിരിക്കുന്നത്? അവൻ നമ്മെ രണ്ടുപേരെയും സംരക്ഷിക്കട്ടെ, അവൻ നമ്മെ രണ്ടുപേരെയും പോഷിപ്പിക്കട്ടെ. പരസ്പര വളർച്ചയും പിന്തുണയും തേടുക. പരസ്പര ബഹുമാനം, അതുപോലെ തന്നെ പിന്തുണ, പങ്കിട്ട പുരോഗതി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. ഇതൊക്കെയാണ് നമുക്കിന്ന് തന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ ബഹുമാനം, പരസ്പരം നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ പിന്തുണ, അന്യോന്യം പിന്തുണ നൽകേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പങ്കിട്ട പുരോഗതി, ഇവയൊക്കെ നമുക്ക് അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കൂ എന്നാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ രക്ഷിക്കാൻ അദ്ദേഹം തന്നെ മുൻപോട്ട് വരട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അതിനെ തുനിയട്ടെ. അദ്ദേഹം എന്ന് പറയുന്നത് ഇവിടെ ഭഗവാനെ ഉദ്ദേശിക്കുന്ന ആരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ഒരു ശക്തിയെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന്, ഇത് പ്രാർത്ഥനയാണ് വരുന്നത്. അപ്പം നമുക്ക് ഈശ്വരൻ തരുന്ന അനുഗ്രഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക. നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.